ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നലത്തെ വ്ളോഗിൽ നമ്മൾ താത്താൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പോകുന്നു കേട്ടോ. താത്തയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ച തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അനിയത്തി അവിടെ മാങ്ങ കണ്ട് ചെത്തി ചമ്മന്തി അരക്കാൻ നിൽക്കുന്നുണ്ട്. മാങ്ങയും ചെമ്മീനും കൂടെ ഉള്ള ചമ്മന്തിയാണ് അരക്കുന്നത്. പിന്നെ റിനിയിലവിടെ ലേസ് എന്നാണ്. മക്കളൊക്കെ അതവിടെ കളിക്കാൻ ഇറങ്ങാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. റില്ലുവിനോട് ഞാൻ കുപ്പായിട്ട് വരാൻ പറഞ്ഞിട്ട് അവന് ഏതോ ഒരു മുണ്ടെടുത്ത് പുതച്ച് ഇരിക്കുകയാണ്, കുപ്പായെല്ലാം ഇടാനുള്ള മടി കൊണ്ട്. അപ്പോൾ അതാ മക്കളൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്തേക്കല്ല, റോട്ടിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ കളിയിലാണ്. ഇതിൻ്റെ അനിയന് മോനുമാണ്. ഓന് ഇപ്പാൻ്റെ സ്കൂട്ടി കുട്ടികൾ കയറി നിന്നിട്ട് ആരും കയറാനേക്കാതെ അമ്മ കയറി കുത്തിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഋതു പന്തെടുത്തപ്പോൾ പിന്നെ പന്തളിച്ചാൻ പോയി. വൈകുന്നേരം പിന്നെ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട്. താത്ത ഉമ്മയൊക്കെ കൂടി കൊണ്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം വീട്. ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ അത് വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ഇവിടെ ബിരിയാണീൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഹൈപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മസാല ഒക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ചോറിന് അരിക്കില വെള്ളം വെച്ച് അതൊക്കെ റെഡിയായി. പിന്നെ ദമ്മിട്ടീനു, അതൊക്കെ പിന്നെ പൊട്ടിച്ചു കേട്ടോ. ഇവിടുത്തെ പപ്പാൻ്റെ മരിച്ചതിൻ്റെ ആണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മൗലൂദൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് ദമ്മ് പൊട്ടിച്ചത്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് എല്ലാവരും കൂടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചു. പുറത്തൊരടുപ്പത്തായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കിയത്. ഒരു ഒറ്റ അടുപ്പായിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അകത്തെ അടുപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.